നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അടുത്ത 2 യുവജന ദിനങ്ങളുടെ പ്രമേയങ്ങൾ പരിശുദ്ധ സിംഹാസനം പരസ്യപ്പെടുത്തി. 2025 രൂപതാ തലത്തിൽ നടക്കുന്ന യുവജന ദിനത്തിനായി ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്ന വിചിന്തന പ്രമേയം നിങ്ങൾ എന്നോട് കൂടെയാകിയാൽ നിങ്ങളും സാക്ഷ്യം നൽകുവിൻ എന്നതാണ്. ഈ പ്രമേയത്തിന് അടിസ്ഥാനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാം വാക്യമാണ്. 2027 ദക്ഷിണ കൊറിയയിലെ സോളിൽ ആഗോള സഭാതലത്തിൽ ആചരിക്കപ്പെടുന്ന ലോക യുവജന ദിനത്തിനുള്ള പ്രമേയം ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നതാണ്. 2025-ലും 2027-ലുമാണ് ഇത് നടക്കുക. മുനമ്പം ചൊറായി ഭാഗത്ത് നടക്കുന്നത് ഭരണഘടനാനുസൃതമായ അവകാശങ്ങളുടെ നിഷേധമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം. വഖഫ് ബോർഡിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ തടയുവാനും വഖഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതാക്കുവാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം സ്വാഗതം ചെയ്തു. രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന വഖഫ് സംവിധാനങ്ങൾ ഏതു നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടണം. മുനമ്പം ചൊറായി ഭാഗത്ത് സംഭവിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ രാജ്യത്ത് ഒരിടത്തും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം വ്യക്തമാക്കി. സെപ്റ്റംബർ 26, 29 തീയതികളിൽ ലക്സംബർഗും ബെൽജിയവും സന്ദർശിക്കുവാനൊരുങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പ. പാപ്പയുടെ പൊന്തിഫിക്കേറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഏഷ്യ-ഓഷ്യാന യാത്രയ്ക്ക് ശേഷമുള്ള 46ാമത് അപ്പസ്തോലിക യാത്രയുടെ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു. 1985 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഇരു രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു. 1425 സ്ഥാപിതമായ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയായ ലൂവെയിന്റെ 600ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുകയെന്നതാണ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ ഒരു ലക്ഷ്യം. ലുവെയിനിലെ വിദ്യാർത്ഥികളുമായും അക്കാദമിക് സമൂഹവുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും. പാകിസ്ഥാനിൽ വീണ്ടും പ്രായപൂർത്തിയാകാത്ത ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. 16 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനും ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുവാനും നിർബന്ധിച്ചു. പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ ഷെറോന ഗ്രാമത്തിലാണ് സംഭവം. ദിയ ഇഫ്തിഖർ എന്ന പെൺകുട്ടിയെ ഗസൽ ജട്ട്, അഫ്സൽ ജട്ട്, റംസാൻ ജട്ട് എന്നിവർ ചേർന്ന് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. സൈനിക അട്ടിമറിയിലൂടെ തടവിലാക്കപ്പെട്ട മ്യാൻമർ പ്രധാനമന്ത്രി ഓങ് സാൻ സൂചിക്ക് വത്തിക്കാനിൽ അഭയം നൽകുവാൻ സന്നദ്ധത അറിയിച്ച ഫ്രാൻസിസ് പാപ്പ. ഓങ് സാൻ സൂചിയുടെ മോചനത്തിനായി താൻ ആഹ്വാനം ചെയ്യുകയും അവരുടെ മകനെ റോമിൽ സ്വീകരിക്കുകയും ചെയ്തതായി പാപ്പ വ്യക്തമാക്കി. വത്തിക്കാൻ അവർക്ക് അഭയസ്ഥാനമായി വാഗ്ദാനം ചെയ്യുകയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. 2021 ഫെബ്രുവരിയിൽ സൈനിക അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ടതു മുതൽ ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. സെപ്റ്റംബർ 2, 13 തീയതികളിൽ തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഓഷ്യാനയിലെയും 4 രാജ്യങ്ങളിലേക്കുള്ള തന്റെ പര്യടനത്തിനിടെ ജക്കാർത്തയിലെ അപ്പസ്തോലിക് കാര്യാലയത്തിൽ 200ഓളം ജസ്യൂട്ടുകളുമായി നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയിലിടയിലാണ് മ്യാൻമറിലെ സ്ഥിതിഗതികളെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞത്.